ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ഇന്ന് രാവിലെ ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്, ചില പ്രദേശങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുമുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15 അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും ഒരു കുട്ടി പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ, ഇടുക്കിയിൽ 2 പേർ, വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേരും മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേരും മരിച്ചു, ഒരാൾ മിസ്സിംഗ് ആണ്. കണ്ണൂർ ഒരാൾ മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി അതുകൂടാതെ ദുരന്ത 30/7/2026 തന്നെ ഇതിൻ്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായി യോഗം നടത്തി തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ടുണ്ട്. 1/8/2026 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായിട്ട് വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്. പിന്നെ NDRFൻ്റെ ടീം പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. 2 ടീം കോട്ടയത്തിന് കൊടുത്തിട്ടുണ്ട്. അധികമായി 2 NDRF ടീം ആരക്കോണത്ത് നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പുറപ്പെടും ഏത് സമയത്തും. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. ITBPയുടെ ആലപ്പുഴയിൽ ആവശ്യമാണെങ്കിൽ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ആവശ്യമാണെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിനെ നിയമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ട് 3596 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയിൽ ജലസംഭരണിയിൽ 38.91% ഉള്ളൂ വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പോൾ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആകെ മൂഴിയാറിലാണ് വെള്ളം. അത് മൂഴിയാറിൽ 2022 മുതൽ അതിൻ്റെ ഒരു സംവിധാനം ഉള്ളതാണ്. ചെറിയ അണക്കെട്ടുകളിലെ സ്ഥിതി അങ്ങനെയാണ്. ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാം. ഇത്തരം അണക്കെട്ടുകളിൽ രാത്രി ജലം തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ദിവസവും 2 വട്ടം അതാത് അണക്കെട്ടുകളുടെ ചുമതലയുള്ള വകുപ്പുകൾ, ഒന്ന് KSEB, ഒന്ന് ജലസേചന വകുപ്പ് വിലയിരുത്തുക. ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് ജില്ലാ കളക്ടറെ അറിയിക്കുക. ജില്ലാ കളക്ടറുടെ കൂടെ അംഗീകാരത്തോടുകൂടി മാത്രമേ തുറന്നു വിടുകയുള്ളൂ. അത് ചെറിയ അണക്കെട്ടുകളാണ്, വളരെ ചെറിയ
അതാണ് ഈ മൂഴിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാധ്യതകൾ മാത്രമാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്.